അസാധാരണമായ ജനങ്ങളുടെ ആരവം, ഇതെല്ലാം ഇന്നത്തെ കൊട്ടിക്കലാശത്തിന്റെ കാഴ്ചകളിലൊന്നാണ്. എന്തായാലും ഹൈ വോൾട്ടേജിൽ നമ്മുടെ ആവേശം പകരുന്ന കൊട്ടിക്കലാശം മുന്നേറുന്നു. ഇനി ഏതാണ്ട് 5 മണിക്കൂർ ദൃശ്യം കണ്ണൂർ എന്നുള്ള ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്. കണ്ണൂരിലെ കൊട്ടിക്കലാശത്തിലേക്ക് കടന്നു കയറാൻ വാഹന വ്യൂഹം വരുന്നതിന്റെ കാഴ്ചയാണ് പ്രിയപ്പെട്ടവരെ കാണുന്നത്. ആവേശത്തോടെ ലീഗ് പ്രവർത്തകർ മുന്നിലുണ്ട്. നമ്മുടെ കണ്ണൂർ മണ്ഡലം ദൃശ്യമാണ്. മോഹൻ അല്ലേ, ബിന്ദു കൃഷ്ണ സൂക്ഷിച്ച് പിടിച്ചേക്കുന്നു. കൊല്ലം ബിന്ദു കൃഷ്ണ ആകാശത്തോളം കൊടി പാറിക്കുകയാണ്. ബിന്ദു കൃഷ്ണ സൂക്ഷിച്ച് കൊടി പാറിക്കണം അല്ലേ. ബി കെയർഫുൾ. ബിന്ദു കൃഷ്ണ ഇക്കുറി വലിയ കോൺഫിഡൻസിലാണ് അവിടെ ജയിച്ചു കയറാൻ കഴിയുമെന്ന് പ്രതീക്ഷയുണ്ട്. എല്ലാ സ്ഥാനത്തും സ്ഥാനാർത്ഥി ജയമോഹൻ അവിടെ ശക്തനാണ്. നല്ല സ്ഥാനാർത്ഥിയാണ്. ബിന്ദു കൃഷ്ണ ആയിരിക്കുമോ എൻ ഡി എ സ്ഥാനാർത്ഥി ആയിരിക്കുമോ എന്നുള്ള കാര്യം നമ്മൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ. പാലക്കാട് ഇതാ പേരുക്കട, പിന്നെയും പാലക്കാട് വാഹനം ക്യാമറമാനും ജനക്കൂട്ടത്തെ കണ്ടപ്പോ എനിക്കൊന്ന് നിയന്ത്രണം വിട്ടുപോയി. സ്ഥാനാർത്ഥികളും ക്രെയിനിൽ കയറി ആകാശത്തോട്ട് പോവാ. ഇവിടുന്ന് ഇത്ര ക്രെയിൻ ഒപ്പിച്ചത്. ഓക്കെ, പാലത്തിന്റെ പണിയൊക്കെ നടക്കുന്ന പല സ്ഥലത്ത് അടിച്ചു മാറ്റുന്നത്. ചേച്ചി ബാഗ് സൂക്ഷിച്ചോളാം ചേച്ചി. ഓക്കെ. പക്ഷെ നമ്മുടെ ഇടുക്കിയിലെ ചേട്ടന്റെ ഡാൻസ് ഇപ്പൊ കാണാനില്ല. ഇടുക്കിയിലെ ചേട്ടൻ എന്തോ ചായ ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോയതാണ്. പെട്ടെന്ന് കണ്ണൂർ കണ്ണൂരിലെ UDF സ്ഥാനാർത്ഥി മോഹനൻ, അവിടുത്തെ കണ്ണൂരിലെ മുനിസിപ്പൽ ചെയർമാനൊക്കെ ആയിരുന്നു. ശരിക്കും അവിടെ നല്ല പോരാട്ടം കാഴ്ചവെക്കാൻ അല്ലേ. കെ സുധാകരൻ എവിടെയെന്ന് ചോദ്യങ്ങളുണ്ട്. നമ്മൾ ചോദിക്കുന്നില്ല. ഇപ്പോഴും അതിർത്തി ബാക്കിയുണ്ടോ അറിയില്ല നമുക്ക്. ചെറിയ സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ടിഒ മോഹൻ അവിടെ അങ്ങോട്ട് വരികയാണ്. അവിടെയും ടിഒ മോഹൻ നേരത്തെ പറഞ്ഞു അയ്യോ ഇതെവിടെയാണ് കമോൺട്രാ മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് ചെങ്കൊടികൾ പാറുകയാണ് അവിടെ. അങ്ങനെ ചെങ്കൊടികൾ, ത്രിവർണ്ണ പതാക, അല്ല ഈ പറഞ്ഞ കോൺഗ്രസിന്റെ പതാക, കായ് പതാക, രാഷ്ട്രീയ പതാകകൾ. ഇത് കളമശ്ശേരി. രാജീവ് മാത്രമല്ല, അവിടെ വാശിയേറിയ മത്സരമാണ് നടക്കുന്നത്. ഇതിനിടയിൽ നമ്മൾ അറിയുന്ന ഒരു കാര്യം, ലാൽകൃഷ്ണ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു. നമ്മളിപ്പോൾ 2020 സാബു ജാക്കബിനെ കാണിച്ചില്ലേ, അദ്ദേഹത്തിന് ജെട്ടി ഉയർത്തിക്കാട്ടി കോൺഗ്രസ് പ്രതിഷേധിച്ചു എന്ന വാർത്ത വരുന്നു. മാത്രമല്ല, ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആവശ്യമില്ലാത്ത സ്ഥലത്ത് ഉയർത്തി കാണിക്കുന്നത് ഭംഗിയല്ല എന്ന് വേണമെങ്കിൽ പറയും. മാത്രമല്ല, ഇതിനൊക്കെ വേറെ ഉപയോഗമാണ് പ്രകൃതി പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, എനിക്ക് മാത്രമല്ല, ഈ ജോക്കി മറ്റവരുണ്ടല്ലോ, അവരൊക്കെ അറിഞ്ഞാൽ ഇത് കേസ് കൊടുക്കും. റെഡി. അപ്പൊ ബേപ്പൂരിലെ വലിയ കൊട്ടിക്കലാശം നടക്കുന്നു എന്ന് പറഞ്ഞ് ബേപ്പൂരിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടില്ല. PA മുഹമ്മദ് റിയാസിന്റെ ആളുകളൊക്കെ തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. PV അൻവറും ഇടതുപക്ഷ UDF സ്ഥാനാർത്ഥിയാണ്. വളരെ വാശിയേറിയ പോരാട്ടം നടക്കുന്ന സ്ഥലമാണ്. അവിടെയും വലിയ കൊട്ടിക്കലാശം നടക്കുന്നതാണ്. അവിടെ ഒരു വലിയ ഫ്ലെക്സിന്റെ മുകളിൽ കയറിയിരുന്നോണ്ട് കൊടി വീശുക. താഴെ ഇറങ്ങും മക്കളെ, പ്രശ്നമാണ്. അതിന്റെ മുകളിൽ കയറി നിൽക്കല്ലേ, പിടിക്കാൻ സ്ഥലം പിടിച്ച് നിൽക്കുക അവിടെ. എനിക്ക് തോന്നുന്നത് ഈ ഒരു വല്ലാത്ത ഇരിപ്പാണത്. അതൊരു വല്ലാത്ത വേണ്ട കേട്ടോ. അത് ഇറങ്ങും, താഴെ ഇറങ്ങും. മാത്രമല്ല, ക്യാമറ വരെ അവിടെ നിന്ന് മാറ്റിക്കും. ഇനി അത് അവിടെ ക്യാമറയിൽ എടുക്കുന്നത് കണ്ടോണ്ട് കുറച്ചു നേരം അവിടെ ഇരുന്നാലോ, ഒരാവേശത്തിന്. എന്തായാലും കയ്യാങ്കളി വേണ്ട. ആവേശം ഓണയറിലായി കഴിഞ്ഞു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്ന സംസ്ഥാനത്തിന്റെ വിവിധ മണ്ഡലങ്ങളിൽ നടക്കുന്ന ആവേശകരമായ പൂര കാഴ്ചയുടെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഇതുവരെ ഒരു തെരഞ്ഞെടുപ്പിലും കാണാത്ത അത്രയധികം ആവേശം തള്ളിക്കയറുകയാണ്. ഇതാ ചിമ്പാൻസി, ഇതാണ് മനുഷ്യ കുരങ്ങ്. ഇവിടെ ജനാധിപത്യത്തിൽ കുരങ്ങൻ എന്താണ് കാര്യം മനസ്സിലാവുന്നില്ല. പക്ഷേ കുരങ്ങിന് സ്ഥാനമില്ലെങ്കിലും കുരങ്ങ് കളിക്ക് സ്ഥാനമുണ്ട്. ശ്രമിക്കും രാഷ്ട്രീയത്തിൽ ആർഭാദത്തിലാണ്. മാത്രമല്ല, നാടെങ്ങും ക്രെയിനുകൾ ഉയർന്നു. ക്രെയിനിന്റെ തലയ്ക്കലെല്ലാം സ്ഥാനാർത്ഥികളുണ്ട്. എന്തായാലും ആവേശത്തിലാണ്, ആത്മവിശ്വാസത്തിലാണ് പല പാർട്ടി പ്രവർത്തകരും മുന്നണി നേതാക്കന്മാരും. ആരെയാണ് തങ്ങൾ ജയിപ്പിക്കുക എന്നത് ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. അതായത് മറ്റന്നാൾ പോളിംഗ് ബൂത്തിലെത്തുമ്പോൾ എവിടോ കണ്ണഞ്ചിപ്പിക്കുന്ന ഈ പറയുന്ന വർണ്ണവിസ്മയവുമായി, ഈ ലൈറ്റിന്റെ വെട്ടവിസ്മയവുമായി അവിടെ DJ പാർട്ടി നടക്കുകയാണ്. വലിയ പാട്ടുകൾ നടക്കുന്നുണ്ട് എല്ലാ സ്ഥലങ്ങളിലും. കേരളത്തിലെ ഈ ആവേശമില്ലാത്ത ഒരു സ്ഥലം പോലും എടുക്കാനില്ല എന്ന് പറയുന്ന മറ്റും എല്ലാ സ്ഥലത്തും ആവേശത്തിന്റെ പരമാവധി പരകോടിയിലേക്ക് ഉയരുന്നുണ്ട്. വർണ്ണവിസ്മയം വാരി വിതറുന്ന ഈ സ്ഥലം എവിടെയാണോ എന്തോ. അപ്പൊ എനിക്ക് തോന്നുന്ന PCR മനസ്സിലായിട്ടില്ല. ഒരുപാട് ദൃശ്യങ്ങൾ പലയിടങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വന്നുകൊണ്ടേയിരിക്കുന്നു. ദൃശ്യങ്ങൾ ഒഴുകി വരുന്നതിനിടയിൽ ഈ സ്ഥലം പോലും നമുക്ക് നോക്കാൻ സമയം കിട്ടുന്നില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ആവേശം ഏത് സ്ഥലമായാലും കണ്ണൂർ ആ ഡാൻസ് കണ്ടാൽ അറിയുന്നത് കണ്ണൂരിന്റെയാണ്. നല്ല താളബോധം, കളരിയുടെയും അല്ലേ ഒക്കെ തന്നെ നാടായ കണ്ണൂർ എന്നുള്ള ദൃശ്യമാണ് കാണുന്നത്.
തൃപ്പൂണിത്തുറ ആകാശ കാഴ്ചകൾ നല്ല കാശ്മീർ. ആ മരം കണ്ടില്ലേ? എന്റെ വീട്ടിൽ നിന്നാൽ കാണുന്ന മരമാണ് കാശ്മീർ. അത് ഒരു പ്രത്യേകതരം മരമാണ് കൊണ്ടുവന്നാണ് കാശ്മീർ. ഓക്കെ, നമ്മുടെ തൃപ്പൂണിത്തുറയിലെ കാഴ്ചയാണ് ഓണയർ പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടത്. തൃപ്പൂണിത്തുറയിൽ പ്രധാന ചോദ്യം ഡീൽ ഓർ നോ ഡീൽ എന്നുള്ളതായിരുന്നു. അവിടെ അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബേപ്പൂരിൽ മുഹമ്മദ് റിയാസിന്റെ കൊട്ടിക്കലാശം നമ്മൾ പറയുന്നത് കേട്ട് നിൽക്കുകയാണെന്ന് തോന്നുന്നു. അതല്ല, ബേപ്പൂരിൽ എനിക്ക് തോന്നുന്നു പി എ മുഹമ്മദ് റിയാസ് എന്തോ പറയുന്നു. നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. എന്തോ പറഞ്ഞു, കൈയടിക്കുന്നില്ല. ഞാനൊന്ന് ആവേശം കൊണ്ടായിരുന്നു നമുക്ക് കൈയടിക്കാണെന്ന് വിചാരിച്ചു. പിന്നീട് എനിക്ക് മനസ്സിലായത് നമ്മളെ അല്ലത്. അമ്പലപ്പുഴയിലെ ജി സുധാകരൻ, അദ്ദേഹം യഥാർത്ഥത്തില് കളമിട്ട് ഡയലോഗ് വരെ അടിച്ചു കഴിഞ്ഞു. രാഹുൽ ഗാന്ധി കൈ കൊടുത്തപ്പോൾ രാഹുൽ ഗാന്ധി അറിയാതെ ഒന്ന് നോക്കിപ്പോയി അദ്ദേഹത്തെ. കാര്യം നല്ല ഇരുമ്പ് കൈ, കാര്യം അനുഭവങ്ങളുടെ തീച്ചൂളയല്ലേ ആ മനുഷ്യൻ. ബേപ്പൂരിന്റെ ദൃശ്യമാണ് കാണുന്നത്. അവിടെ വാശിയേറിയ പോരാട്ടമാണ്. പി എ മുഹമ്മദ് റിയാസും പി വി അൻവറും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. അവിടെ കടുത്ത പോരാട്ടമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തന്നെ അവിടുത്തെ മത്സര ചിത്രം എന്താണെന്ന് നമുക്കറിയണമെങ്കിൽ അടുത്ത മാസം 4-ാം തീയതി, മെയ് 4-ാം തീയതി വരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. വി മുരളീധരൻ കഴക്കൂട്ടത്തെ ക്രെയിനിൽ, മുരളീധരനും ക്രെയിനിൽ കയറി കഴിഞ്ഞു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.